നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ നമ്പർ 26, പേജ് നമ്പർ 55. ലഹരി നാശത്തിന് കാരണമാകുന്നു. മദ്യം, ചണ, കറുപ്പ്, ഹെറോയിൻ മുതലായവയുടെ ലഹരിയാണെങ്കിലും അത് നിങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് കാരണമാകും. ഒന്നാമതായി, ലഹരി ഒരാളെ പിശാചാക്കുന്നു. അപ്പോൾ അത് ശരീരത്തെ നശിപ്പിക്കുന്നു. ശരീരത്തിന് 4 പ്രധാന അവയവങ്ങളുണ്ട്: ശ്വാസകോശം, 2 കരൾ, 3 വൃക്കകൾ, 4 ഹൃദയം. മദ്യം ആദ്യം ഈ 4 അവയവങ്ങളെ നശിപ്പിക്കുന്നു. തലച്ചോറിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. മദ്യത്തേക്കാൾ ഹെറോയിൻ ഒരാളുടെ ശരീരത്തെ പൊള്ളയാക്കുന്നു. കറുപ്പ് ഒരാളുടെ ശരീരത്തെ ദുർബലമാക്കുന്നു. ഇത് പ്രവർത്തനം നിർത്തുന്നു. കറുപ്പ് ചാർജ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. രക്തം മലിനമാകുന്നു. അതിനാൽ ഈ ലഹരി വസ്തുക്കൾ ഗ്രാമത്തിലോ നഗരത്തിലോ വീട്ടിലോ സൂക്ഷിക്കാൻ പോലും പാടില്ല. അവ കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. ഒരാൾ ഡൽഹിയിലെ പാലം എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്നു. ഇത് 1997 അന്ന് അദ്ദേഹത്തിന്റെ പ്രതിമാസ വേതനം 12,000 രൂപയായിരുന്നു. ഈ ദാസ്, അതായത് രാംപാൽ ദാസ്, ഡൽഹിയിലെ ഒരു ഗ്രാമത്തിൽ സത്സംഗം നൽകാൻ പോയി. അവിടെ സത്സംഗം നടക്കുന്ന വീട്ടിൽ ഒരു വൃദ്ധ തന്റെ 3 പേരക്കുട്ടികളോടൊപ്പം വന്നു. സത്സംഗം നടത്തുന്നവരുടെ പിതൃസഹോദരിയായിരുന്നു അവർ. അവർ ഗ്രാമത്തിന്റെ ഭ്രാന്തപ്രദേശത്തുള്ള ഒരു പ്ലോട്ടിലെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഡൽഹി എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന ആ മനുഷ്യൻ അവളുടെ മകനായിരുന്നു. അവൻ ധാരാളം മദ്യം കഴിക്കുമായിരുന്നു. അവൻ തന്റെ വീട് നശിപ്പിച്ചു. ദിവസവും മദ്യപിച്ച് വീട്ടിലെത്തുമെന്നതിനാൽ ഭാര്യയെയും കുട്ടികളെയും ഇയാൾ ദിവസവും മർദ്ദിക്കാറുണ്ടായിരുന്നു. ഭാര്യ അവനെ എതിർത്തു. എല്ലാ ദിവസവും ഒരു മഹാഭാരതം നടന്നിരുന്നു. മക്കളെ ഉപേക്ഷിച്ച് ഭാര്യ അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയി. മുത്തശ്ശി കുട്ടികളെ പരിപാലിച്ചു. തുടർന്ന് അവർ തന്നെ പോയി മരുമകളെ കൗൺസിലിംഗ് നടത്തി അവളെ തിരികെ കൊണ്ടുവന്നു. സത്സംഗം സ്വന്തം ജ്യേഷ്ഠന്റെ വീട്ടിലായിരുന്നതിനാൽ അന്ന് രാത്രി ആ വൃദ്ധ കൊച്ചുമകളോടും മരുമകളോടും ഒപ്പം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വരേണ്ടി വന്നു. സത്സംഗത്തിൽ, അതായത് ആത്മീയ പ്രഭാഷണത്തിൽ, എല്ലാ കാര്യങ്ങളും പ്രഭാഷണം നടത്തുന്നു. ആദ്യം ഈശ്വരഭക്തി ചെയ്യുന്നതിന്റെ ഗുണവും ചെയ്യാത്തതിന്റെ ദോഷവും വിശദമായി വിവരിക്കുന്നു. അന്ന് മദ്യപൻ ആദ്യം പോയത് അവന്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ ആരെയും കാണാതെ വന്നപ്പോൾ കുറച്ചുനേരം അവിടെ ഇരുന്നു. അപ്പോൾ ഒരു അയൽക്കാരൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മ കുടുംബം മുഴുവനും നിന്റെ മൂത്ത പിതൃസഹോദരന്റെ വീട്ടിൽ പോയിരിക്കുന്നു. അവിടെ ഒരു സത്സംഗം നടക്കുന്നു. അവർക്കെല്ലാം അവിടെ തന്നെ ഭക്ഷണമുണ്ടാകും. അത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. അവനും സത്സംഗത്തിന് പോയി. മദ്യപിച്ചതിനാൽ ഏറ്റവും പിന്നിലിരുന്നു. സത്സംഗവചനം സത്സംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യജീവിതം നേടിയ ശേഷം മംഗളകർമ്മങ്ങൾ ചെയ്യാത്തവന്റെ ഭാവി നരകമാകുന്നു. മദ്യപിക്കുന്നവൻ, അവന്റെ വർത്തമാനവും ഭാവിയും നരകമാണ്. ലഹരി മനുഷ്യർക്കുള്ളതല്ല, അത് മനുഷ്യനെ പിശാചാക്കി മാറ്റുന്നു. മുൻജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആ പുണ്യകർമ്മങ്ങളുടെ ഫലമായി അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നല്ല ജോലിയോ നല്ല ബിസിനസ്സോ ഉണ്ടാകും. വർത്തമാനകാലത്ത് അവർ ഐശ്വര്യമോ ഭക്തിയോ ദാനമോ പുണ്യമോ ചെയ്തില്ലെങ്കിൽ ഭാവി ജന്മങ്ങളിൽ കഴുതയോ പട്ടിയോ പന്നിയോ കാളയോ ആയി കഷ്ടപ്പെടുകയും ചവറുകൾ തിന്നുകയും ചെയ്യും. ഒരു മനുഷ്യൻ, അതായത് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ജീവിതത്തിൽ മുൻകാല മംഗളകർമ്മങ്ങളെ അടിസ്ഥാനമാക്കി ഒരാൾക്ക് നല്ല ഭക്ഷണം ലഭിച്ചതുപോലെ ഒരാൾക്ക് നല്ല മനുഷ്യ ശരീരം ലഭിച്ചു. ഒരാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാം, ദാഹം തോന്നിയാൽ വെള്ളം കുടിക്കാം, വേണമെങ്കിൽ പാലോ ചായയോ കുടിക്കാം. ഒരാൾക്ക് പഴങ്ങളോ ഉണങ്ങിയ പഴങ്ങളോ, അതായത് കശുവണ്ടി അല്ലെങ്കിൽ ബദാം കഴിക്കാം. സമ്പൂർണ്ണ ഗുരുവിനെ നേടിയ ശേഷം ശുദ്ധഹൃദയത്തോടുകൂടി ഭക്തി അനുഷ്ഠിക്കുന്നില്ല, സത്സംഗത്തിൽ ശ്രദ്ധിച്ചില്ല, ദാനധർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ കഴുത, കാള, നായ എന്നിങ്ങനെയുള്ള അടുത്ത ജന്മങ്ങളിൽ നിങ്ങൾ ദുരിതം അനുഭവിക്കും. നിങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണമോ വെള്ളമോ ലഭിക്കില്ല. ചൂട്, തണുപ്പ്, പ്രാണികൾ, ഈച്ചകൾ എന്നിവയിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു മാർഗവുമില്ല. മനുഷ്യ ജീവിതത്തിൽ കൊതുക് വലയും ഓൾ ഔട്ട് കൊതുക് അകറ്റലും ഉപയോഗിച്ച് നിങ്ങൾ സ്വയം പരിരക്ഷിക്കുന്നു. ചൂടിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തി. എന്നാൽ നിങ്ങളൊരു മൃഗമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? പരമോന്നത ദൈവമായ കബീർജിയിൽ നിന്ന് നേടിയ അറിവ് സന്ത് ഗരീബ് ദാസ് ജി ഇപ്രകാരം വിവരിച്ചിട്ടുണ്ട്. ഗരീബ് നർ സേതി തു പശുവാ കീജെ, ഗധാ बैल बनाई. 56 भोग कहा मन बोरे,
कुरड़ी चरने जाई। നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 56. അർത്ഥം: ഭക്തിയും ഐശ്വര്യവും ഇല്ലാത്തവൻ മനുഷ്യ ശരീരം വിട്ട ശേഷം കഴുത, കാള മുതലായവയുടെ ജീവൻ പ്രാപിക്കുന്നു. അപ്പോൾ മനുഷ്യജീവിതത്തിൽ ലഭിക്കുന്ന ആഹാരം ലഭിക്കുകയില്ല. ഒരു കഴുതയായി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ചപ്പുചവറുകൾ തിന്നും. ഒരാൾ കാളയായാൽ മൂക്കിൽ ഒരു കയർ കൊണ്ട് കെട്ടും. ദാഹം തോന്നിയാൽ ഒരാൾക്ക് വെള്ളം കുടിക്കാനോ വിശന്നാൽ ഭക്ഷണം കഴിക്കാനോ കഴിയില്ല. ഈച്ചകളിൽ നിന്നും പ്രാണികളിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ ഒരു വാലുണ്ടായിരിക്കും. ഇത് ഒരു കൂളർ, ഫാൻ അല്ലെങ്കിൽ കൊതുകുവല എന്നിവയാണെന്ന് കരുതുക. അമിതമായ പാപങ്ങൾ സമ്പാദിച്ച ജീവജാലങ്ങൾ മൃഗജീവിതത്തിൽ അവയുടെ വാൽ പോലും അറ്റുപോകുന്നു. 1 മുതൽ 1.5 അടി വരെ നീളമുള്ള കുറ്റി മാത്രമാണ് അവശേഷിക്കുന്നത്. അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു കാളയുടെ പിൻകാലിന്റെ കുളമ്പിന്റെ മധ്യഭാഗത്ത് 1.5 ഇഞ്ച് നീളമുള്ള ആണി കുളമ്പിന്റെ ഉള്ളിൽ കുത്തിക്കയറി. നടക്കുന്നതിനിടയിൽ അത് അകത്തേക്ക് തള്ളിക്കയറി. കാള മുടന്താൻ തുടങ്ങി. കാളയ്ക്ക് ഒരു മുടന്ത് ഉണ്ടായിരുന്നിരിക്കാം. നടക്കുമ്പോൾ അത് ശരിയാകുമെന്ന് ഉഴവുകാരന് കരുതി. കാളയ്ക്ക് ഒരു മുടന്തുണ്ടായാൽ കാള നടന്നുകൊണ്ടിരുന്നാൽ അത് അനായാസമാകുമെന്ന് പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. കാള പകൽ മുഴുവൻ കലപ്പയിൽ നടന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ വളരെ കഷ്ടപ്പെട്ട് അവൻ കാല് നിലത്ത് വെക്കുകയായിരുന്നു. പതുക്കെ നടക്കാനേ കഴിഞ്ഞുള്ളൂ. വീട്ടിലെത്തിയ ഉടനെ അവൻ ഇരുന്നു. കാലിത്തീറ്റ പോലും കഴിച്ചില്ല. വേദന അസഹനീയമായതിനാൽ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴുന്നുണ്ടായിരുന്നു. രാവിലെ കാള എഴുന്നേറ്റില്ല. അവൻ കിടന്നു. കാലിൽ ഒരുപാട് നീര് വന്നിരുന്നു. ഗ്രാമത്തിൽ നിന്ന് ഒരു വൈദ്യനെ വിളിച്ചു വരുത്തി. പണ്ടത്തെ ചികിത്സ ഇങ്ങനെയായിരുന്നു. പരിശോധിച്ചപ്പോൾ കാൽമുട്ട് ഉളുക്കിയതായി വൈദ്യൻ പറഞ്ഞു. പഴയ ശർക്കര ചതച്ച് മയപ്പെടുത്തി മൂട്ടിൽ കെട്ടുക, അത് സുഖപ്പെടുത്തും. ആണി കുളമ്പിലുണ്ടായിരുന്നു. അതിനു പകരം കാൽമുട്ടിന് ചികിത്സ നൽകുകയായിരുന്നു. ഇത് ഏകദേശം 1 മാസത്തോളം തുടർന്നു. ഒരു ദിവസം പിൻകാലിന്റെ കുളമ്പിൽ നിന്ന് പഴുപ്പ് ഒലിച്ചിറങ്ങുന്നത് കുടുംബത്തിലെ ഒരാൾ ശ്രദ്ധിച്ചു. അവൻ വൃത്തിയാക്കിയപ്പോൾ ആണി കണ്ടെത്തി. അയാൾ ഏതോ ഉപകരണം ഉപയോഗിച്ച് ആണി പുറത്തെടുത്തു. തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ കാള സുഖം പ്രാപിച്ചു. കാലിത്തീറ്റ തിന്നുകയും വെള്ളം മുഴുവൻ കുടിക്കുകയും ചെയ്തു. ദയവായി ചിന്തിക്കുക. ഈ ജീവി മനുഷ്യജീവിതത്തിലായിരിക്കുമ്പോൾ അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഒരു ദിവസം ഞാനും ഒരു കാളയാകും. ഇപ്പോൾ അയാൾക്ക് എവിടെയാണ് വേദനയെന്ന് പറയാൻ പോലും കഴിയില്ല. കബീർജി പ്രസ്താവിച്ചു. कबीर, जिह्वा तो वो है भली जो रटे हरिनाम, ना तो काट के फेंक दियो मुख में भलो ना चाम. അർത്ഥം: ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ്. ദൈവത്തെ സ്തുതിക്കാനും നാം മന്ത്രം പാരായണം ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ നാവ് കൊണ്ട് ഒരാളോട് മോശമായ വാക്കുകൾ ഉച്ചരിച്ച് ഒരു വ്യക്തി പാപം ചെയ്യുന്നതിനാൽ അത് ഉപയോഗശൂന്യമാണ്. ശക്തനായ ഒരാൾ ദുർബലനായ ഒരു വ്യക്തിയോട് എന്തെങ്കിലും തെറ്റു പറയുന്നു. അത് കാരണം അവന്റെ ആത്മാവ് കരയുകയും ശപിക്കുകയും ചെയ്യുന്നു. അടി കിട്ടിയേക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവനത് പറയാനാവില്ല. ഇതൊരു പാപമാണ്. പിന്നെ ആരെയെങ്കിലും വിമർശിച്ചുകൊണ്ട്, ഒരാൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞുകൊണ്ട്, കള്ളം പറഞ്ഞ് ബിസിനസ്സിൽ ഒരാളെ വഞ്ചിച്ചുകൊണ്ട് ഒരു വ്യക്തി തന്റെ നാവുകൊണ്ട് നിരവധി പാപങ്ങൾ ചെയ്യുന്നു. ഒരു വ്യക്തി അവളുടെ നാവ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അതായത് ഒരാൾ ശുഭകരമായ വാക്കുകൾ സംസാരിക്കുന്നില്ലെങ്കിൽ, ശാന്തമായ സംസാരമില്ലെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ, അതായത് ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യണമെന്ന് പരമോന്നത ദൈവം കബീർ പറഞ്ഞു. ധർമ്മപരമായ പവിത്ര ഗ്രന്ഥങ്ങൾ വായിക്കാതെ ദൈവനാമം നാവുകൊണ്ട് ഉരുവിടുകയുമില്ലെങ്കിൽ അത് കഠിനമാക്കി വലിച്ചെറിയണം. അവൾ പാപങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാവ് കഠിനമാക്കാൻ ആവശ്യപ്പെടുന്നത് ആരെയെങ്കിലും അറിയിക്കാനുള്ള ഒരു വാചകം മാത്രമാണ്. നാവ് മുറിച്ച് വലിച്ചെറിയരുത്. മംഗളകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുക. മംഗളകരമായ വാക്കുകൾ സംസാരിക്കുക. ഒരാൾ ദൈവനാമം ചൊല്ലുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ നാവിന്റെ മാംസം ഈ വായിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 57. നിലവിൽ, അതായത് 1970 മുതൽ ഒരു മനുഷ്യന് പ്രത്യേക സൗകര്യങ്ങൾ ലഭ്യമാണ്. അതിന്റെ ഫലമായി അവൻ അനുദിനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദുരിതങ്ങൾ അതേ വേഗത്തിലാണ് അവനെ സമീപിക്കുന്നത്.
സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതിയുണ്ട്. പക്ഷേ മാനസിക സമാധാനം അവസാനിച്ചു. ലഹരിയാണ് അതിന്റെ യഥാർത്ഥ കാരണം. ഒരു അച്ഛൻ ജോലിക്ക് പോയിരിക്കുന്നു. അച്ഛൻ വന്ന് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് കുട്ടികൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അച്ഛൻ വന്നാൽ കൊച്ചുകുട്ടികൾ ഓടിച്ചെന്ന് അച്ഛനെ ചേർത്ത് പിടിച്ച് സ്നേഹം സ്വീകരിക്കും. പിതാവ് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കുട്ടികൾ ഭയത്തോടെ തുടരുന്നു. അവരുടെ മാനസികവും ശാരീരികവുമായ വികസനം തകരാറിലാകുന്നു. ആ വീട് നരകമാകുന്നു. മദ്യം കഴിച്ച് അശ്രദ്ധരാകുന്നവർക്ക് ഇന്ന് സമൂഹത്തിൽ ബഹുമാനം പോലുമില്ല. അടുത്ത ജന്മത്തിൽ ആ മനുഷ്യൻ നായയായി മാറുകയും മലം തിന്നുകയും ചെയ്യുന്നു. അവൻ അഴുക്കുചാലിൽ നിന്ന് വെള്ളം കുടിക്കും. പിന്നെ മറ്റു മൃഗങ്ങളും പക്ഷികളുമായി തീരുമ്പോൾ അവൻ ഒന്നിനു പുറകെ ഒന്നായി ബുദ്ധിമുട്ടുകൾ സഹിക്കും. അതിനാൽ എല്ലാ ലഹരികളും ദുരാചാരങ്ങളും ഉപേക്ഷിച്ച് ഒരു മനുഷ്യജീവിതം നയിക്കുക. പരിഷ്കൃത സമൂഹവും സമാധാനത്തോടെ ജീവിക്കട്ടെ. ഒരു മദ്യപാനി അനേകം ആളുകളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നു. അവന്റെ ഭാര്യ, അവന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ, അവന്റെ സഹോദരങ്ങൾ, അവന്റെ മാതാപിതാക്കൾ, അവന്റെ മക്കൾ എന്നിങ്ങനെ. വെറും 1 മണിക്കൂർ ലഹരിയുടെ ഉപയോഗം ഒരാളുടെ സമ്പത്തും മാനവും കുടുംബത്തിന്റെ മുഴുവൻ സമാധാനവും നശിപ്പിക്കുന്നു. വീട്ടിൽ ആ വ്യക്തിക്ക് ഭാവിയിൽ സന്തോഷിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവൻ നരകജീവിതം നയിക്കും. അതിനാൽ ഒരാൾ ചിന്തിക്കുകയും ഉടൻ തന്നെ ദുർവൃത്തികൾ ഉപേക്ഷിക്കുകയും വേണം. ചോദ്യം: അടുത്ത ജന്മത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആരാണ് കണ്ടത്? ഉത്തരം: ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരു അന്ധൻ ഒരു കാട്ടിലേക്ക് പോകുകയായിരുന്നു. ഒരു മാന്യൻ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അയ്യോ സഹോദരാ, ഇങ്ങോട്ട് പോകരുത്. ഈ വഴി കൊടും കാട്ടിലേക്ക് നയിക്കുന്നു. മാരകമായ സിംഹങ്ങളും ചീറ്റപ്പുലികളും അവിടെ വസിക്കുന്നു. മടങ്ങിപ്പോകൂ. അന്ധൻ മദ്യപിച്ചില്ലെങ്കിൽ അവൻ തൽക്ഷണം തന്നെ പിൻവാങ്ങും. മദ്യലഹരിയിലാണെങ്കിൽ അവൻ പറയും, സിംഹം, ചീറ്റ, പാമ്പ് തുടങ്ങിയ മാരക മൃഗങ്ങൾ കാട്ടിൽ വസിക്കുന്നത് ആരാണ് കണ്ടിട്ടുള്ളത്? ഇത് പറഞ്ഞ് അവൻ തന്റെ വഴിയിൽ മുന്നോട്ടു പോകും. ദയവായി ചിന്തിക്കുക. അന്ധന് കാണാൻ കഴിയില്ല. അവൻ കാഴ്ചയുള്ള ഒരാളെ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒരാൾ അവനെ ഉപദേശിക്കുന്നത്? അവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാഴ്ചയുള്ള വ്യക്തി സംസാരിച്ച അതേ വിധി അവനും നേരിടേണ്ടി വരും. സിംഹങ്ങൾ അവനെ കൊല്ലും. അതുപോലെ ഗുരുക്കന്മാർ കാഴ്ചയുള്ള ആളുകളാണ്, അതായത് അറിവിന്റെ കണ്ണുകളാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ നമ്മളോട് പറയുന്നു. നാം, അതായത് അന്ധർ, അറിവിന്റെ കണ്ണുകളില്ലാത്തവരാണ്. സന്യാസിമാരുടെ ഉപദേശങ്ങൾ വിശ്വസിച്ച് നമ്മുടെ പാത മാറ്റിയില്ലെങ്കിൽ മുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കും സംഭവിക്കും. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 58. नर से फिर पीछे तो पशुवा कीजे, गधा बैल बनाई. 56 भोग कहा मन बोरे, कुरड़ी चरने जाई. ചിലർ ഇങ്ങനെയും പറയുന്നു. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. അവരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. കഴുതയായ ശേഷം നിങ്ങൾ എന്ത് കാണും? പിന്നെ ചുമട്ടുകാരനെ കാണും. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ സത്സംഗത്തിൽ, അതായത് ആത്മീയ പ്രഭാഷണങ്ങളിൽ എപ്പോഴും നൽകപ്പെടുന്നു. വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാലും വീട് പൂട്ടിയതിനാലും ആ മദ്യപാനി സത്സംഗത്തിന് വന്നിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം ശാന്തനായി സത്സംഗം മുഴുവൻ കേൾക്കേണ്ടി വന്നു. അന്നു മുതൽ ആ മനുഷ്യൻ മദ്യം കഴിച്ചിട്ടില്ല, മറ്റൊരു ലഹരിയും കഴിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ ദീക്ഷ സ്വീകരിക്കുകയും തന്റെ കുടുംബത്തെ മുഴുവൻ ദീക്ഷ സ്വീകരിപ്പിക്കുകയും ചെയ്തു. രാവിലെ നിങ്ങൾ, അതായത് രചയിതാവ്, സത്സംഗത്തിന് വന്ന ചില ഭക്തർക്കൊപ്പം ഗ്രാമത്തിന് പുറത്തേക്ക് നടക്കാൻ പോകുമ്പോൾ വഴിയിൽ ആ മനുഷ്യന്റെ വീട്, അതായത് വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ആളുടെ വീട്, അവന്റെ അമ്മ തെരുവിൽ നിൽക്കുകയായിരുന്നു. അവർ പറഞ്ഞു, മഹാരാജി, ചായ കുടിച്ചിട്ട് പോകൂ. ആ ഗ്രാമത്തിലെ ഒരു ഭക്തൻ പറഞ്ഞു, ദയവായി അവരുടെ വീട്ടിലേക്ക് പോകൂ. ഈ കുടുംബം നശിച്ചു. ഗുരുജിയുടെ വരവുകൊണ്ട് ഒരു വീട് ശുദ്ധമാകും. ഞങ്ങൾ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. മുറ്റത്ത് കട്ടിൽ ഇരിക്കാനിട്ട് തന്നു. അത് മെയ് മാസമായിരുന്നു. ഒരു മരത്തിന്റെ തണലുണ്ടായിരുന്നു. അവന്റെ അമ്മ മരുമകളോട് പറഞ്ഞു, മകളെ, ചായ ഉണ്ടാക്കൂ. ആ മകൾ അടുപ്പ് കത്തിച്ച് കെറ്റിലിൽ വെള്ളമിട്ട് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ പറഞ്ഞു, ചായ വേഗം കൊണ്ടുവരൂ. മാതാപിതാക്കളുടെ സേവനവും ബഹുമാനവും നമുക്ക് ചുറ്റിക്കറങ്ങാൻ പോകണം. പിന്നെ സത്സംഗം നൽകാൻ മറ്റൊരു ഗ്രാമത്തിലും പോകണം. അപ്പോഴും ആ മകൾ കെറ്റിലിനടിയിൽ അടുപ്പ് കത്തിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ കരയാൻ തുടങ്ങി. ആ ഗ്രാമത്തിലെ ഒരു ഭക്തൻ അവളുടെ അടുത്ത് ചെന്നപ്പോൾ വീട്ടിൽ പഞ്ചസാരയോ ചായയോ പാലോ ഇല്ലെന്ന് അയാൾ കണ്ടെത്തി. ആ മനുഷ്യന്റെ അമ്മയും കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു,
ഞങ്ങൾ നശിച്ചുപോയോ മഹാരാജി, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളെ രക്ഷിക്കൂ. ദീക്ഷ സ്വീകരിച്ച ശേഷം ആ മനുഷ്യൻ അതിരാവിലെ തന്റെ ജോലിക്ക് പോയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഡൽഹിയിൽ തന്നെ പഞ്ചാബ് ഗോഡ് ഗ്രാമത്തിൽ സത്സംഗം നടത്തുകയായിരുന്നു. ആ മനുഷ്യൻ തന്റെ അമ്മയെയും ഭാര്യയെയും 3 പെൺമക്കളെയും കൂട്ടി അവിടെ സത്സംഗത്തിൽ കാറിൽ കൊണ്ടുവന്നു. നേരത്തെ ഒരു ജീർണിച്ച ബൈക്ക് ഇയാളുടെ പക്കലുണ്ടായിരുന്നു. അന്ന് കുട്ടികളെല്ലാം ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്നു, പപ്പ ഇപ്പോൾ മമ്മിയോട് വഴക്കിടാറില്ല. അച്ഛൻ തന്റെ ശമ്പളം മുഴുവൻ മുത്തശ്ശിക്ക് നൽകുന്നു. ഞങ്ങൾ സ്വർഗത്തിൽ ജീവിക്കാൻ തുടങ്ങി. അമ്മൂമ്മ പറഞ്ഞു, ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ച അത്തരമൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അന്ന് ലഭിച്ചത്. ഞാൻ പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ മകൻ മോശമായിരുന്നില്ല. ഈ നല്ല ചിന്തകൾ അവൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. ഈ നല്ല ചിന്തകൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലായിരുന്നു. ഇതെല്ലാം പരമേശ്വരനായ കബീറിന്റെ കൃപയാൽ സംഭവിച്ചതാണ്. അന്ന് സത്സംഗത്തിന് വന്നപ്പോൾ അവന്റെ ആത്മാവിലെ അഴുക്ക് ശുദ്ധമായി. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ കഴിയുന്നു. നിന്റെ കുടുംബം ദൈവം വിധിച്ച പെരുമാറ്റച്ചട്ടം പാലിക്കുക. നിങ്ങൾക്ക് ഒരു പ്രതിസന്ധിയും നേരിടേണ്ടി വരില്ല. ഭക്തി തുടരുക. നിങ്ങളുടെ നിരവധി തലമുറകൾ രക്ഷിക്കപ്പെടും. ഈ രീതിയിൽ സത്സംഗം മനുഷ്യരുടെ പരിഷ്കരണത്തിലേക്ക് നയിക്കുന്നു. അത് ലോകത്ത് സമാധാനവും പരസ്പരം സ്നേഹവും വർദ്ധിപ്പിക്കുന്നു. സത്സംഗത്തിന്റെ ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കണം. ഭക്തി മര്യാദ എന്ന പുസ്തകം വായിക്കുക. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ 27. മാതാവിന്റെയും പിതാവിന്റെയും സേവനം കൂടാതെ ആദരവ് കാണിക്കുന്നത് പരമകർത്തവ്യമാണ്. പേജ് നമ്പർ 59. മാതാപിതാക്കളുടെ സേവനവും ബഹുമാനവും ഒരു പ്രധാന കടമയാണ്. എല്ലാ രക്ഷിതാക്കൾക്കും ഒരു ആഗ്രഹമുണ്ട്, എന്റെ കുട്ടി അഭിവൃദ്ധിപ്പെടണം. അവൻ സമൂഹത്തിൽ അപകീർത്തി സമ്പാദിക്കരുത്. അവൻ നല്ല സ്വഭാവവും അനുസരണവും ഉള്ളവനാകണം. നമ്മുടെ വാർദ്ധക്യത്തിലും അവൻ നമ്മെ സേവിക്കണം. നമ്മുടെ മരുമകൾ ഞങ്ങളുടെ ഉപദേശം പാലിക്കണം. അവൾ സമൂഹത്തിൽ നമ്മുടെ നല്ല ബഹുമാനം നിലനിർത്തണം. നമ്മുടെ വാർദ്ധക്യത്തിലും അവൾ നമ്മെ സേവിക്കണം. അവൾ സ്നേഹപൂർവ്വം പെരുമാറണം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം വരെ ഈ പെരുമാറ്റച്ചട്ടം അതിന്റെ പരമോന്നതിയിലായിരുന്നു. എല്ലാവരും സന്തോഷകരമായ ജീവിതം നയിച്ചിരുന്നു. കലിയുഗത്തിൽ കുറച്ചു സമയത്തേക്ക് എല്ലാം ശരിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി വിപരീതമാണ്. രചയിതാവിന്, അതായത് രാംപാൽ ദാസിന് അത് മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹമുണ്ട്. ദൈവകൃപയാൽ അറിവിന്റെ വെളിച്ചത്താൽ എല്ലാം സാധ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് അതുപോലെ സംഭവിക്കുന്നു. ഭാവിയിലും സംഭവിക്കും. എന്റെ ആത്മാവ് ഇത് വിശ്വസിക്കുന്നു. കുഞ്ഞിനോടുള്ള അമ്മയുടെ സ്നേഹം. ഒരു ആൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു. അന്നവന് 10-11 വയസ്സായിരുന്നു. അവന്റെ അമ്മ തന്റെ ഏക മകനെ വളർത്തി. അച്ഛന്റെ അഭാവത്തിന്റെ വേദന അയാൾക്ക് അനുഭവപ്പെടാതിരിക്കാൻ അമ്മ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അവന് നൽകി. കുട്ടി ചെറുപ്പമായപ്പോൾ മദ്യത്തിന് അടിമയായി ഒരു വേശ്യയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അവൻ ദിവസവും അമ്മയോട് പണം ചോദിച്ച് അലഞ്ഞു തിരിയുക പതിവായിരുന്നു. ഒരു ദിവസം അമ്മയുടെ കയ്യിൽ പണമില്ലായിരുന്നു. മദ്യലഹരിയിലായ അയാൾ അമ്മയെ മർദ്ദിച്ച് വേശ്യയുടെ അടുത്തേക്ക് പോയി. അന്ന് അവന്റെ കയ്യിൽ പണമില്ലാതിരുന്നതിനാൽ വേശ്യ പറഞ്ഞു, അമ്മയുടെ ഹൃദയം കൊണ്ടുവരൂ. അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവന്റെ അമ്മ അബോധാവസ്ഥയിലായിരുന്നു. ഒരു കത്തി കൊണ്ട് അവളുടെ ഹൃദയം പുറത്തെടുത്ത് അയാൾ യാത്രയായി. മദ്യലഹരിയിലായിരുന്ന ഇയാൾ കാലിടറി താഴെ വീണു. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു, മകനെ, നിനക്ക് മുറിവേറ്റോ? ലഹരി ഉണ്ടാക്കിയ പിശാച് മാതൃഹൃദയത്തോടുകൂടി വേശ്യയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വേശ്യ പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ അഭ്യുദയകാംക്ഷയല്ലാത്തപ്പോൾ പിന്നെ എങ്ങനെ എന്റേതാകും? ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ നീ എന്നെയും കൊല്ലും. നീ ഇപ്പോൾ ദരിദ്രനായി തീർന്നതുകൊണ്ടും നീ എനിക്ക് പ്രയോജനമില്ലാത്തതുകൊണ്ടും നിന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹൃദയം പുറത്തെടുക്കാൻ കഴിയില്ലെന്ന് കരുതിയാണ് ഞാൻ ഈ നിബന്ധന വെച്ചത്. പിശാചേ, എന്റെ ദൃഷ്ടിയിൽ നിന്ന് അകന്നു പോകുക. ഇതും പറഞ്ഞ് വേശ്യ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചു. ആ പിശാച് വീട്ടിൽ വന്ന് അമ്മയുടെ മൃതദേഹത്തിൽ കരയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, അമ്മേ, കഴിയുമെങ്കിൽ എന്നെയും ദൈവത്തിന്റെ കോടതിയിൽ രക്ഷിക്കൂ. ഒരു ശബ്ദം വന്നു, മകനെ, ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് നിന്നെ സന്തോഷമായി കാണണം. അപ്പോഴേക്കും നഗരവാസികൾ വന്നു. അവർ ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. രാജാവ് അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അവനെ തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് രാജാവ് അവന്റെ അവസാന ആഗ്രഹം ചോദിച്ചു. കുട്ടി പറഞ്ഞു, കുറച്ചു പൗരന്മാരെ വിളിക്കൂ. എന്റെ തെറ്റ് എല്ലാവരുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നഗരത്തിലെ ആളുകൾ വന്നു. ആ കുട്ടി കുറ്റം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മേൽ പറഞ്ഞ കുറ്റം ചെയ്തു.
അവസാന നിമിഷങ്ങളിലും അമ്മയുടെ ആത്മാവ് എന്റെ സുഖം കാക്ഷിച്ചുകൊണ്ടിരുന്നു. ലഹരി എന്നെ പിശാചാക്കി. വേശ്യയെ സന്ദർശിച്ച് ഞാൻ സമൂഹത്തെ മലിനമാക്കി. ഈ ഉപദേശം എന്നിൽ നിന്ന് സ്വീകരിക്കുക. അമ്മയെ പീഡിപ്പിക്കുക വഴി ഞാൻ ചെയ്ത കൊടും പാതകം ആരും ചെയ്യരുത്. ഭാര്യയ്ക്ക് പോലും അമ്മയെപ്പോലെ സഹതാപം കാണിക്കാൻ കഴിയില്ല. അവൾ എത്ര കുലീനയായാലും അമ്മയ്ക്ക് തന്റെ മകനെയോ മകളെയോ അത്രമേൽ ഇഷ്ടമാണ്. മഞ്ഞുകാലത്ത് കുട്ടി മൂത്രമൊഴിക്കുന്നു. അമ്മ തന്നെ നനഞ്ഞ തണുത്ത വസ്ത്രത്തിൽ കിടന്ന് കുട്ടിയുടെ അടിയിൽ ഉണങ്ങിയ ഷീറ്റ് വീരിക്കുന്നു. കുട്ടി വിശന്ന് കരയുകയാണെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഉപേക്ഷിച്ച് ആദ്യം കുഞ്ഞിനെ മുലയൂട്ടി സമാധാനിപ്പിക്കുന്നു. കുട്ടി വിശന്നു കരയുകയാണെങ്കിൽ അവൾ ഭക്ഷണം ഇടയ്ക്ക് വെച്ച് ഭക്ഷിച്ച് ആദ്യം കുഞ്ഞിനെ മുലയൂട്ടി സമാധാനിപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 60, ചാപ്റ്റർ നമ്പർ 28. കുട്ടികളുടെ സാധ്യമായ എല്ലാ തെറ്റുകളും ഒരു പിതാവ് ക്ഷമിക്കുന്നു. പിതാവ് തന്റെ മകന്റെയോ മകളുടെയോ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കുമെന്ന് ദൈവം കബീർ പ്രസ്താവിച്ചു. अवगुण मेरे बाप जी, बख्शो गरीब नवाज, जो मैं पूतक पूत हूँ तो भी पिता को लाज. പരിഭാഷ: പരമാത്മ എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ്. മകനോ മകളോ അറിവില്ലായ്മയിൽ ഒരു തെറ്റ് ചെയ്താൽ ഭാവിയിൽ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് പിതാവിനോട് മാപ്പ് ചോദിച്ചാൽ പിതാവ് ഉടൻ തന്നെ അവരോട് ക്ഷമിക്കുന്നു എന്നത് ഒരു പിതാവിന്റെ പ്രത്യേകതയാണ്. അതിനാൽ ഒരു ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു: അല്ലയോ ദരിദ്രരുടെ കരുണയുള്ളവനെ, നിങ്ങൾ എല്ലാവരുടെയും പിതാവാണ്. ഒരു പിതാവെന്ന നിലയിൽ എന്റെ കുറവുകൾ, കുറ്റങ്ങൾ ക്ഷമിക്കുക. ഞാനും ഒരു കുട്ടിയാണ്, ചീത്തയാണ്, അതായത് ഉപയോഗശൂന്യനായ മകനാണ്. എന്നിരുന്നാലും ഒരു പിതാവിന്റെ കടമ നിർവഹിച്ച് എന്നോട് ക്ഷമിക്കുക. രാമഭക്തന്റെ ഭാര്യ അന്തരിച്ചു. അന്ന് മകന് 3 വയസ്സായിരുന്നു. അവന്റെ ബന്ധത്തിൽ അവനെ ഉലച്ചൊരു സംഭവമുണ്ടായി. കഥ ഇങ്ങനെ: അവന്റെ അമ്മാവന് സഹോദരിയേക്കാൾ ഏകദേശം 10 വയസ്സ് കൂടുതലായിരുന്നു. അതായത് രാമഭക്തന്റെ അമ്മ. അമ്മയുടെ അമ്മാവന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. രാമഭക്തന്റെ മാതൃ സഹോദരി മരിച്ചു. അവന്റെ അമ്മാവൻ പുനർവിവാഹം കഴിച്ചു. രാമഭക്തന്റെ ഭാര്യ ഒരു മകനെ പ്രസവിച്ചു. രാമഭക്തന്റെ ഭാര്യയ്ക്ക് ആദ്യത്തെയാളുടെ മക്കളോട് അസൂയ തോന്നി തുടങ്ങി. 15 ഏക്കർ ഭൂമിയുണ്ടെന്ന് അവൾ കരുതി. ഇത് 3ആയി വിഭജിക്കും. അവൾ ആ 2 കുട്ടികൾക്കും പാലിലും ഭക്ഷണത്തിലും ചില്ലരച്ച് നൽകി. അതുമൂലം അവർ ക്രമേണ രോഗബാധിതരായി മരിച്ചു. കുട്ടികൾ ഗ്ലാസ് കഴിച്ചതായി ഡോക്ടർ പറഞ്ഞു. ഇതിന്റെ ഫലമായി അവർ മരിച്ചു. ഒരു ദിവസം അയാളുടെ ഭാര്യ അയൽവാസിയോട് പറഞ്ഞു: ഞാൻ ആ കുട്ടികളോട് ഇത് ചെയ്തു. ഇപ്പോൾ എന്റെ മകന് 15 ഏക്കർ ഭൂമിയുണ്ട്. ആ സ്ത്രീ അത് എന്റെ അമ്മാവനോട് പറഞ്ഞു. എന്റെ അമ്മാവൻ ഇളയ അമ്മായിയെ വളരെയധികം സ്നേഹിക്കുകയും അവളെ വിശ്വസിക്കുകയും ചെയ്തു. അവന് വിശ്വസിക്കാനായില്ല. ഒരു ദിവസം ഇളയ അമ്മായി തന്റെ സഹോദരനോട് പറഞ്ഞു: ഞാനിത് ചെയ്തു. നിങ്ങളുടെ മരുമകന് 15 ഏക്കർ ഭൂമിയുണ്ട്. സ്വാഭാവികമായും ജനലിന് പുറത്തു നിന്നിരുന്നതിനാൽ എന്റെ അമ്മാവനും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്റെ മാതൃ സഹോദരിയുടെ സഹോദരൻ പറഞ്ഞു: സഹോദരി, നീ ഒരു കുറ്റം ചെയ്തു. ഈ പാപം നീ എവിടെ സൂക്ഷിക്കും? ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ മുഖം കാണാൻ പോലും വരില്ല. അമ്മാവന്റെ മനസ്സ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവൻ തന്റെ വീട് ഉപേക്ഷിച്ച് സഹോദരിയുടെ സ്ഥലത്ത് വന്നു. അതായത് അവൻ തന്റെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ രാമഭക്തന്റെ സ്ഥലത്ത് ചിലവഴിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇളയ അമ്മായിയിൽ നിന്ന് ജനിച്ച മകനും മരിച്ചു. ഇളയ അമ്മായി ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നീട് ഞങ്ങൾ അറിഞ്ഞു, ആ മനുഷ്യൻ അവളുടെ ആഭരണങ്ങൾ തട്ടിയെടുത്ത് അവളെ കൊന്ന് കിണറ്റിലെറിഞ്ഞു. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോൾ ആ മനുഷ്യൻ തൂങ്ങി മരിച്ചു. ഈ വിനാശകരമായ മഹാഭാരതം അനുസ്മരിച്ചുകൊണ്ട് രാമഭക്തൻ പുനർവിവാഹം കഴിച്ചില്ല. മകനെ കൂടെ നിർത്താറുണ്ടായിരുന്നു. പാടം മുഴുതുമറിക്കുമ്പോൾ മകനെ തോളിൽ കയറ്റുന്നത് പതിവായിരുന്നു. തളരുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ കിടത്തുമായിരുന്നു. അവൻ സ്വയം ഭക്ഷണം തയ്യാറാക്കുകയും അവനെ കുളിപ്പിക്കുകയും വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്തു. എങ്ങനെയോ ആ കുട്ടി വളർന്നു. അവന് വിവാഹം കഴിപ്പിച്ചു. എന്നിട്ടും അവൻ എല്ലാ ജോലികളും ചെയ്തു. അവന്റെ മകനും അവനെ ജോലിയിൽ സഹായിക്കുമായിരുന്നു. പക്ഷെ അവൻ കഠിനമായ ജോലികൾ സ്വയം ചെയ്യുമായിരുന്നു. വാർദ്ധക്യം അവനിൽ പടർന്നു. അയാൾക്കൊരു ജോലിയും ചെയ്യാൻ കഴിഞ്ഞില്ല. മരുമകൾ അവനെ പണം പാഴാക്കുന്നതായി മനസ്സിലാക്കാൻ തുടങ്ങി. അതുമൂലം അവൾ ഭർത്തൃപിതാവിന് ലളിതവും പഴകിയതുമായ ഭക്ഷണം നൽകാൻ തുടങ്ങി. അയാൾക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കാൻ പോലും അവൾ ശ്രമിച്ചില്ല. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 61. മകൻ ചോദിക്കാറുണ്ടായിരുന്നു: അച്ഛാ, അവൾ നന്നായി നോക്കുന്നുണ്ടോ? അച്ഛൻ പറയുമായിരുന്നു: മകനെ, ഒരു കുറവുമില്ല.
വളരെ ഭാഗ്യവതിയായ ഒരു മരുമകളാണ് വന്നിരിക്കുന്നത്. അവൾ എന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മരുമകളും ഇത് കേൾക്കാറുണ്ടായിരുന്നു. എന്റെ ഭർത്താവിന് ഇതൊന്നും അറിയില്ല, ഈ വൃദ്ധനും എന്റെ തന്ത്രം അറിയില്ല എന്ന് ചിന്തിച്ച് അവൾ അദ്ദേഹത്തെ കൂടുതൽ പീഡിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ പിതാവിന് ശരിയായ ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് കണ്ട് മകൻ അതേക്കുറിച്ച് ഭാര്യയോട് ചോദിച്ചു. അവൾ ഒഴിവു കഴിവുകൾ പറയാൻ തുടങ്ങി. ഒരാൾ സ്വന്തം കഴിവനുസരിച്ച് ഭക്ഷണം കഴിക്കണം. നിങ്ങൾ വീടിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. വീട് മുഴുവൻ ഞാനാണ് നടത്തുന്നത്. ചെലവുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു ദിവസം വൃദ്ധൻ തല കറങ്ങി താഴെ വീണു. അയാളുടെ കാലൊടിഞ്ഞു. ഡോക്ടർ പറഞ്ഞു അയാൾക്ക് പോഷകാഹാരക്കുറവ് കാരണം ശാരീരിക തളർച്ചയുണ്ടായി. ദിവസത്തിൽ 2 തവണ 1/2 ലിറ്റർ പാല് കൊടുക്കൂ, അവന് പുതിയ ഭക്ഷണം കൊടുക്കൂ. ഇങ്ങനെ പോയാൽ നമ്മൾ പാപ്പരാകുമെന്ന് ഭാര്യ പറഞ്ഞു. അവളുടെ ഭർത്താവും, അതായത് ആ വൃദ്ധന്റെ മകനും അവളോട് യോജിച്ചു. അവർ വൃദ്ധനെ പരിചരിച്ചില്ല. പരിക്കേറ്റ വിവരം അറിഞ്ഞപ്പോൾ വൃദ്ധന്റെ മരുമക്കൾ അദ്ദേഹത്തെ കാണാൻ വന്നു. അവർ ചോദിച്ചു, മകനും മരുമകളും നിങ്ങളെ നന്നായി പരിപാലിക്കുന്നുണ്ടോ? രാമഭക്തൻ പറഞ്ഞു, ഇങ്ങനെ ചോദിക്കരുത്. ദൈവം എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു മകനെയും മരുമകളെയും നൽകട്ടെ. അവർ എന്നെ കഷ്ടപ്പെടുത്താൻ അനുവദിക്കുന്നില്ല. എന്തെങ്കിലും പാപത്തിന്റെ ഫലമായി എനിക്ക് പരിക്കേറ്റു. അതേ ഗ്രാമത്തിൽ 2 സഹോദരിമാർ വിവാഹിതരായി. ഒന്ന് രാമഭക്തനൊപ്പം, മറ്റൊന്ന് അയൽപ്പക്കത്ത്. 2ാമത്തെ മകളുടെ അടുത്ത് ചെന്നപ്പോൾ ആ രാമഭക്തനെ ആരും പരിപാലിക്കുന്നില്ലെന്ന് അവർ മനസ്സിലാക്കി. അവന്റെ മകൻ പോലും ഒന്നിനും കൊള്ളാത്തവനാണ്. ശുശ്രൂഷയിൽ ഒരു കുറവുമില്ലെന്ന് രാമഭക്തനിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞ രാമഭക്തന്റെ അളിയന്മാർക്ക് ഇത് വിശ്വസിക്കാനായില്ല. കുറച്ചു സമയത്തിന് ശേഷം അവർ വീണ്ടും രാമഭക്തന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ സമയം അവൻ വെള്ളത്തിലിട്ട പഴകിയ ചപ്പാത്തി കഴിക്കുകയായിരുന്നു. ഇത് കണ്ട് അവർ കരഞ്ഞു. അവർ മകനെ വിളിച്ച് ശാസിച്ചു, നിനക്ക് നാണമില്ലേ? അവൻ നിന്നെ എങ്ങനെ വളർത്തിയതെന്ന് അറിയാമോ? ബാലന്റെ ഭാര്യയും അവിടെ എത്തി. ഇദ്ദേഹത്തെ ഇങ്ങനെ മാത്രമേ ഞങ്ങൾ പരിപാലിക്കൂ എന്ന് ഇരുവരും പറഞ്ഞു. രാമഭക്ത് പറഞ്ഞു, നിങ്ങൾ ദയവായി പോകൂ. വീട്ടിൽ സംഘർഷം ഉണ്ടാക്കരുത്. എനിക്കായി വിധിക്കുന്നതെന്തും ഞാൻ സ്വീകരിക്കുന്നു. എന്റെ മകൻ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. രാമഭക്തന്റെ പിതൃ സഹോദരിയുടെ മകൻ ഒരു സത്സംഗിയായിരുന്നു. അദ്ദേഹം രാമഭക്തനോട് ഒരുപാട് ഉപദേശിക്കാറുണ്ടായിരുന്നു. നീ കുറച്ചു സമയം ദൈവഭക്തിക്ക് വേണ്ടി നീക്കിവെക്കണം. ഒരു സന്യാസിയുടെ സത്സംഗം കേൾക്കാൻ നീ എന്റെ കൂടെ വരണം. ആത്മീയ പ്രഭാഷണം കേൾക്കാൻ നീ എന്റെ കൂടെ വരണം. രാമഭക്ത് പറയാറുണ്ടായിരുന്നു, ഞാൻ എന്റെ മകനെ സ്നേഹിക്കുന്നു. അവൻ സന്തോഷവാനായിരിക്കട്ടെ. ഇത് മാത്രമാണ് എന്റെ ആഗ്രഹം. അവന്റെ പിതൃ സഹോദരിയുടെ മകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മകനെ സ്നേഹിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ സമ്പാദിക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ എന്റെ മകനെയും മരുമകളെയും കൊണ്ടാണ് എന്റെ ജീവിതം നയിക്കുന്നത്. ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം രാമഭക്ത് തന്റെ അമ്മയുടെ അമ്മായിയുടെ മകൻ രാംനിവാസിനൊപ്പം സത്സംഗത്തിന് പോയി. തുടർന്ന് രാംനിവാസ് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയാൾക്ക് മരുന്ന് വാങ്ങി നല്ല ഭക്ഷണം കൊടുത്തു. അയാൾ രാമഭക്തനെ മാസങ്ങളോളം തന്നോടൊപ്പം സൂക്ഷിച്ചു. രാമഭക്തൻ ഭക്തിയിൽ വളരെ ഉറച്ചു. അവൻ തന്റെ വീട്ടിൽ ചെന്നപ്പോൾ മകനോടും മകളോടും പറഞ്ഞു, മക്കളെ, ഇന്നുവരെ ഞാൻ നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് ഞാനൊരു കാര്യം അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഒരിക്കൽ സത്സംഗത്തിന് എന്നോടൊപ്പം വരൂ. അവർ പറഞ്ഞു, ഞങ്ങളുടെ അഭാവത്തിൽ മൃഗങ്ങളെയും കുട്ടികളെയും ആരാണ് പരിപാലിക്കുക? രാംഭക്ത് പറഞ്ഞു, മകൻ വീട്ടിലിരിക്കാം. മരുമകളും പേരക്കുട്ടികളും എന്റെ കൂടെ വരാം. അവരും അതുതന്നെ ചെയ്തു. മരുമകൾ സത്സംഗത്തിന്റെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ചു. വളരെ കാലമായി സത്സംഗത്തിന് അവിടെ പോകുന്ന സ്ത്രീ പുരുഷ ഭക്തർ എല്ലാ ഭക്തജനങ്ങളെയും ശുശ്രൂഷിക്കുന്നത് കണ്ടു. വൃദ്ധരും രോഗികളും വികലാംഗരുമായ ഭക്തരെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ജീവജാലങ്ങളോടും കരുണയുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കുമെന്നാണ് സത്സംഗത്തിൽ പഠിപ്പിക്കുന്നത്. ദുരിതമനുഭവിക്കുന്നവരെയും അശരണരെയും സഹായിക്കുക എന്നത് ഒരു മനുഷ്യന്റെ പരമമായ കടമയാണ്. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 62. दया धर्म का मूल है, पाप मूल अभिमान के कबीर दयावान के पास रहे भगवान. വിവർത്തനം: മനസ്സിൽ അനുകമ്പയുള്ള അവൻ മാത്രമേ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുള്ളൂ. അനുകമ്പയാണ് പുണ്യകർമ്മങ്ങളുടെ അടിസ്ഥാനം. അവനിൽ അഹങ്കാരം നിറഞ്ഞവൻ പാപം ചെയ്യുന്നു. അഹങ്കാരമാണ് പാപത്തിന്റെ മൂലകാരണം. അഹങ്കാരിയോടൊപ്പമല്ല, കരുണയുള്ള ആളോടൊപ്പമാണ് ദൈവം താമസിക്കുന്നതെന്ന് കബീർ ദൈവം പ്രസ്താവിച്ചിട്ടുണ്ട്. രാമഭക്തന്റെ മരുമകളുടെ അടുത്ത് നിന്നിരുന്ന ഒരു സ്ത്രീ ഭക്ത അവളോട് പറഞ്ഞു, സഹോദരി, നിങ്ങൾക്കും എന്തെങ്കിലും സേവനം ചെയ്യാം. സത്സംഗത്തിൽ ഗുരുദേവ്ജി പറയുന്നു, സേവിക്കുകയും ഭക്തി ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഫലം ലഭിക്കൂ. ഞാൻ ഭക്ഷണം കഴിച്ചാൽ എന്റെ വയറു നിറയും. നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ വയറും നിറയും. എല്ലാം ജീവജാലങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അവർ യജമാനന്റെ മക്കളാണെന്ന് കരുതി നിങ്ങൾക്ക് അവരെ സേവിക്കാം. ഒരു പുരുഷന്റെ മകൾക്ക് 8-9 വയസ്സ് പ്രായമുണ്ട്.
അവളെ പരിപാലിക്കാൻ അവനൊരു വേലക്കാരിയെ വെച്ചിരുന്നു. വേനൽ അവധിക്കാലത്ത് അവളെ സ്കൂളിൽ കൊണ്ടുപോകും. അവൾ തന്റെ മാസ്റ്ററുടെ മകൾക്കുമേൽ കുട വയ്ക്കുമായിരുന്നു. അവൾ ചൂട് സഹിക്കുമായിരുന്നു. ഇതുകൊണ്ട് മാസ്റ്റർ സന്തോഷവാനായി അവൾക്ക് ശമ്പളം കൊടുക്കാറുണ്ടായിരുന്നു. ഇത് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കണം. നിങ്ങളുടേതും അല്ലാത്തവരുടെയും ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഭർത്തൃമാതാപിതാക്കളുടെ സേവനം, ചെറുപ്പക്കാരുടെയും മുതിർന്നവരുടെയും സേവനം, എല്ലാവരുടെയും ബഹുമാനം നിങ്ങളുടെ പ്രധാന കടമയാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ ആശ്രയിക്കുന്ന മറ്റുള്ളവരും അപ്പോൾ ദൈവം നിങ്ങളുടെ സംരക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. നിങ്ങളുടെ കൂടെ ചെറുപ്പക്കാരെയും മുതിർന്നവരെയും കുട്ടികളെയും കൊണ്ടുവരണം. കുട്ടികൾ പോലും ആബാലവൃദ്ധം ആളുകളെ സേവിക്കുന്ന ശീലം വളർത്തിയെടുക്കുകയും നല്ല പെരുമാറ്റം നേടുകയും ചെയ്യും. വളർന്നു വരുമ്പോൾ ആ കുട്ടികൾ നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളെയും ഇതേ രീതിയിൽ സേവിക്കും. അതുപോലെ ഒരച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് ഒരു മകൾ പുതിയ അമ്മയ്ക്കും, അതായത് അമ്മായി അമ്മയ്ക്കും പിതാവിനും അച്ഛനും വരുന്നു. ജീവശാസ്ത്രപരമായ അമ്മയും അച്ഛനും ഇതുവരെ അവളുടെ കൂട്ടാളികളായിരുന്നു. അവർ അവളെ വളർത്തി പുതിയ അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചു. സ്വന്തം വീട്ടിൽ വരുന്ന മകളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുക എന്നത് അമ്മായി അമ്മയുടെയും അമ്മായി അച്ഛന്റെയും കടമയാണ്. പുതിയ മകളും അവരുടെ ജൈവിക മകളും തമ്മിൽ അവർ വിവേചനം കാണിക്കരുത്. അതാണ് സംഘർഷത്തിന്റെ മൂലകാരണം. മരുമകൾ പുതിയ വീടിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം ക്രമീകരിക്കണം. അമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന പെരുമാറ്റം അവൾ അതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മരുമകളുടെ കുടുംബം മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 63. ധാർമ്മിക കഥ. ഒരു മരുമകൾ അമ്മായി അമ്മയെ വളരെയധികം സങ്കടപ്പെടുത്തുമായിരുന്നു. നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവൾ അമ്മായി അമ്മയെ മൺപാത്രത്തിൽ തീറ്റിച്ചു. അവൾ ഇടയ്ക്കിടെ വൃത്തിയാക്കാറുണ്ടായിരുന്നുള്ളൂ. അവളുടെ മകൻ വിവാഹിതനായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മായിയമ്മ മരിച്ചു. അവൾ മരുമകളോട് പറഞ്ഞു, ഈ മൺകഷ്ണം പൊട്ടിച്ച് പുറത്തേക്ക് എറിയുക. മരുമകൾ പറഞ്ഞു, അമ്മായിയമ്മേ, ഈ മൺചട്ടിയിൽ ഞാൻ നിങ്ങൾക്കും ഭക്ഷണം തരാം. നിങ്ങൾ വൃദ്ധയോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തു. അവൾ തന്റെ തെറ്റ് മനസ്സിലാക്കി വാവിട്ട് കരഞ്ഞു. മരുമകൾ ബുദ്ധിയുള്ളവളായിരുന്നു. വൈകുന്നേരം വരെ അവൾ ആ പാത്രം പൊട്ടിച്ചില്ല. മൺപാത്രം അവളുടെ അമ്മായിയമ്മയ്ക്ക് ശത്രുവായി തോന്നി. മരുമകൾ പറഞ്ഞു, അമ്മേ, ഞാൻ സത്സംഗങ്ങൾ, അതായത് ആത്മീയ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ തെറ്റായ പ്രവൃത്തി ചെയ്യില്ല. ഇതും പറഞ്ഞ് അവൾ ആ പാത്രം പൊട്ടിച്ചു. അവളുടെ പാപകർമ്മങ്ങൾ കാരണം അമ്മായിയമ്മയ്ക്ക് ക്യാൻസർ പിടിപെട്ടു. അവൾ ദിവസം മുഴുവൻ നിലവിളിച്ചു. മരുമകൾ പൂർണ്ണ സമർപ്പണത്തോടെ അവളെ സേവിക്കുമായിരുന്നു. പക്ഷെ അവൾ പറയാറുണ്ടായിരുന്നു, അമ്മേ, ഞാൻ നിങ്ങളെ പൂർണ്ണ സമർപ്പണത്തോടെ സേവിക്കും. പക്ഷേ നിങ്ങളുടെ പാപങ്ങളിൽ പങ്കുചേരാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ ഈ വേദന സ്വയം സഹിക്കേണ്ടി വരും. നിങ്ങൾ സത്സംഗം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ആ ദുഷ്ട സ്ത്രീ പറഞ്ഞു, മകളെ, ഞാനൊരു മഹാപാപിയാണ്. എന്നെയും മോചിപ്പിക്കാനാകുമോ? എനിക്കും ദീക്ഷ എടുക്കണം. സത്സംഗി ഗൃഹത്തിൽപ്പെട്ടവളാണ് ആ പെൺകുട്ടി. ദീക്ഷ സ്വീകരിച്ച ശേഷം ഭക്തി ചെയ്യുന്നതിലൂടെ പാപകർമ്മങ്ങൾ നശിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. പാപങ്ങൾ കൂടുതലുള്ളവർ ഭക്തി ചെയ്താൽ മാത്രമേ അവരുടെ പാപങ്ങൾ കുറയുകയുള്ളൂ. പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ ഭക്തി തുടരുക. ഭാവിയിൽ അവർക്ക് ഒരു മനുഷ്യജീവിതം ലഭിക്കും. ഉദാഹരണത്തിന്, ഒരാളുടെ തുണിയിൽ അഴുക്ക് കുറവാണെങ്കിൽ അത് വളരെ വേഗത്തിൽ കളയാവുന്നതാണ്. ഗുരുദേവൻ ഒരു ഉദാഹരണം നൽകി സത്സംഗത്തിൽ വിശദീകരിക്കുന്നു. അല്പം പ്രയത്നിച്ചാണ് വൃത്തിയാക്കുന്നത്. അഴുക്ക് കൂടുതലാണെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 2-3 പ്രാവശ്യം കഴുകിയാൽ അത് ശുദ്ധമാകും. ആരെങ്കിലും അത് അമിതമായി വൃത്തികെട്ടതാക്കുകയും മറ്റ് കറകൾ കൂടിയുണ്ടെങ്കിൽ അത് ഡ്രൈ ക്ലീനിങ്ങിലൂടെ വൃത്തിയാക്കുകയും ചെയ്യും. വൃത്തിയാക്കാൻ തീരുമാനിച്ചാൽ മെക്കാനിക്കിന്റെ കറുത്ത അഴുക്കുള്ള വസ്ത്രം പോലും വൃത്തിയാക്കാം. അമ്മായിയമ്മ മെക്കാനിക്കിന്റെ അവസ്ഥ നേടിയെന്ന് പെൺകുട്ടി അറിഞ്ഞു. എന്നിരുന്നാലും ദൈവത്തിന്റെ അഭയം നേടുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് പ്രയോജനം ലഭിക്കൂ. ഈ പ്രേരണയോടെ അവൾ അമ്മായിയമ്മയെ ശുശ്രൂഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്യാൻസറിന്റെ വേദന അല്പം കുറഞ്ഞു. സത്സംഗം കേട്ട് അവൾ കരഞ്ഞു. മാതാപിതാക്കൾക്ക് അവരുടെ മകനിൽ നിന്നും മരുമകളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പാപിയായി ഞാൻ എന്റെ അമ്മായിയമ്മയോട് വളരെ മോശമായി പെരുമാറി. എനിക്ക് ഈ രോഗം വരാൻ നിർബന്ധിതനായി. ഈ അറിവ് നേരത്തെ കേട്ടിരുന്നെങ്കിൽ ഞാൻ ഈ പാപം ചെയ്യുമായിരുന്നില്ല. ഞാൻ ശുദ്ധമായ ജീവിതം നയിക്കുമായിരുന്നു. എന്റെ അമ്മായിയമ്മയുടെ ആത്മാവിനെയും ഞാൻ സന്തോഷിപ്പിക്കുകയും എന്റെ ജീവിതം വിജയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മേൽ പറഞ്ഞ പ്രസ്താവനകൾ കേട്ട് രാമഭക്തന്റെ മരുമകൾ തന്റെ സുഹൃത്തിനെ, അതായത് ആ സ്ത്രീ ഭക്തയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അരമണിക്കൂറോളം അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒരുപാട് ആശ്വസിപ്പിച്ചതിനു ശേഷം അവൾ കരയുന്നത് നിർത്തി.
കരയുന്നതിനിടയിൽ അവൾ തന്റെ അമ്മാനച്ചനോട് പെരുമാറിയ രീതി വിവരിച്ചു. തന്റെ അമ്മാനച്ചന്റെ മനുഷ്യത്വപരമായ സ്വഭാവത്തെക്കുറിച്ചും അവൾ സൂചിപ്പിച്ചു. നിങ്ങളുടെ ഭാര്യ എന്നോട് മോശമായി പെരുമാറുന്നുവെന്ന് അദ്ദേഹം ഒരിക്കലും മകനോട് പറഞ്ഞിട്ടില്ല. മകനോട് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുമായിരുന്നു, മകനെ, സേവനത്തിൽ ഒരു കുറവുമില്ല. അവൾ വളരെ നല്ല കുടുംബത്തിലെ മകളാണ്. അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അവൾ ഞങ്ങളുടെ വീട് ഐശ്വര്യമാക്കി. ഈ വാക്കുകൾ കേട്ടിട്ടും പാപിയായ ഞാൻ മയപ്പെട്ടില്ല. കാരണം എന്റെ ആത്മാവിൽ പാപത്തിന്റെ ഒരു പാളി വീണു. 2-3 പ്രാവശ്യം സത്സംഗം ശ്രദ്ധിച്ചതോടെ പാപങ്ങളുടെ ആ പാളി പൊഴിഞ്ഞു. ആത്മാവിൽ നല്ല ചിന്തകൾ ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 64. 3 ദിവസത്തെ സത്സംഗം കേട്ട് ഭക്തനായ രാമഭക്തനും കൊച്ചുമക്കളും മരുമകളും വീട്ടിലേക്ക് മടങ്ങി. മറ്റു ചെറിയ സത്സംഗി കുട്ടികൾ ഭക്തർക്ക് അന്നദാനവും വെള്ളവും നിവേദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ പേരക്കുട്ടികളും സേവിക്കാൻ തുടങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയ സഹോദരനും സഹോദരിയും മുത്തച്ഛന് വേണ്ടി ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവന്നു പറഞ്ഞു, മുത്തച്ഛ കുളിക്കൂ. രാമഭക്തൻ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾക്ക് വയറുവേദന വരും, അത്രയും ഭാരമെടുക്കരുത്, ഞാൻ തന്നെ കൊണ്ടുവരാം. കുട്ടികൾ പറഞ്ഞു, ഗുരുജി സത്സംഗത്തിൽ പറഞ്ഞു, മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ ഒരാൾക്ക് നേട്ടങ്ങൾ മാത്രമേ ലഭിക്കൂ, ഒരാൾക്ക് ഒരു പ്രതിസന്ധിയും നേരിടേണ്ടി വരില്ല. ചപ്പാത്തി കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും, മറ്റുള്ളവരെ സേവിച്ചാൽ നമുക്ക് ലഭിക്കും പുണ്യം നേടുക. ഒരു രോഗമുണ്ടായാലും അത് ഭക്തി ചെയ്ത് മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ സുഖം പ്രാപിക്കുന്നു. പല സഹോദര ഭക്തരും സത്സംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ രോഗികളായിരുന്നു. ദീക്ഷ, അതായത് നാമം സ്വീകരിച്ച ശേഷം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് സേവനവും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ആരോഗ്യവാന്മാരായി. ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ടു. നമ്മുടെ മരുന്നുകളുടെ കുറിപ്പടി നോക്കൂ. 4 വർഷമായി ഞങ്ങൾ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. അതേ തെളിവുകൾ ഋഗ്വേദ മണ്ഡലം 10 സൂക്തം 161 മന്ത്രം 2 ഉണ്ട്. ഒരു രോഗി മരണത്തിന്റെ വക്കിലാണെങ്കിൽ, അതായത് ഭേദമാകാത്ത രോഗമുണ്ടെങ്കിൽ പോലും അവൾ ഭക്തി ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം അവനെ അല്ലെങ്കിൽ അവളെ മരണത്തിന്റെ വായിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നു. അവനെ അല്ലെങ്കിൽ അവളെ ആരോഗ്യവാന്മാരാക്കുന്നതിലൂടെ ദൈവം ആ വ്യക്തിക്ക് 100% ജീവൻ നൽകുന്നു. അതായത് ആ വ്യക്തിക്ക് പൂർണ്ണ ആയുസ്സോടുകൂടി ഇരിക്കുന്നു. രചയിതാവ്. അപ്പോൾ മരുമകൾ വന്നു പറഞ്ഞു, അച്ഛാ കുളിക്കൂ, നിങ്ങളുടെ ധോത്തി ഇവിടെ തന്നെ ഇടൂ, ഞാനത് കഴുകാം. രാംഭക്ത് പറഞ്ഞു, മകളെ, നിങ്ങൾക്ക് ധാരാളം വീട്ടുജോലികൾ ചെയ്യണം, ഭക്ഷണം പാകം ചെയ്യണം, വെള്ളം കൊണ്ടുവരണം, മൃഗങ്ങളെ നോക്കണം, ഞാൻ തന്നെ കഴുകാം. എന്റെ കാലും ഇപ്പോൾ ശരിയായി, ഒരു ചെറിയ തളർച്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കുളി കഴിഞ്ഞ് രാംഭക്ത് ധോത്തി മാറ്റി വൃത്തികെട്ട ധോത്തി കഴുകാൻ തുടങ്ങി. ആ നിമിഷം തന്നെ കുട്ടികൾ അദ്ദേഹത്തിന്റെ ധോത്തി വലിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഷർട്ടും എടുത്തു. അവർ അദ്ദേഹത്തിന് മറ്റൊരു ഷർട്ട് കൊണ്ടുവന്നു കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൻ പറമ്പിൽ നിന്ന് മൃഗങ്ങൾക്കുള്ള തീറ്റ കൊണ്ടുവന്നു. എന്നത്തെയും പോലെ അച്ഛനെ നോക്കി ഒന്നും പറയാതെ വീട്ടിലേക്ക് പോയി. ഭാര്യ നിർമ്മല ഹൽവ തയ്യാറാക്കുന്നത് അയാൾ കണ്ടു. വല്ല ആഘോഷവും ഉണ്ടാവുമെന്ന് കരുതി. പിന്നെ അവൾ ഒരു പച്ചക്കറി വിഭവവും ചപ്പാത്തിയും തയ്യാറാക്കി. ഒന്നാമതായി അവൾ 2 പാത്രങ്ങളിലുള്ള ഭക്ഷണം ഗുരു ദൈവത്തിന് സമർപ്പിച്ചു. എന്നിട്ട് പച്ചക്കറി വിഭവവും ചപ്പാത്തിയും ഹൽവയും ഒരു പ്ലേറ്റിലിട്ടു. അത് അവളുടെ അമ്മായി അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അച്ഛ, ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും, ഞങ്ങൾ ഒരു യാത്രയിൽ നിന്നാണ് വന്നത്. രാമഭക്തൻ പറഞ്ഞു, മകളെ, എനിക്കിത് ദഹിക്കില്ല, എനിക്ക് ഉണങ്ങിയ ചപ്പാത്തി കൊണ്ടുവരൂ, എനിക്ക് അസുഖം വരും. വികാരങ്ങളാൽ നയിക്കപ്പെടുന്ന ഈ മകൾ ഇന്ന് എന്നെ നന്നായി സേവിക്കുമെന്ന് രാംഭക്തൻ കരുതി. പക്ഷേ സത്സംഗത്തിൽ അറിവില്ലാത്തതിനാൽ എന്റെ മകൻ അവളെ ആക്ഷേപിക്കും, വീട്ടിൽ വഴക്കുണ്ടാകാം. അതിനിടയിൽ ആ മകനും അവിടെ വന്നു. അവൻ ഭാര്യയോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഭക്ഷണം അകത്തെടുക്കുക. അച്ഛന്റെ മുറി തെരുവിലായിരുന്നു, കുട്ടികളുടെ മുറി അകത്തായിരുന്നു. ഭാര്യ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, ഞാൻ ഒരുപാട് പാപങ്ങൾ ശേഖരിച്ചു, ഇപ്പോൾ ഞാൻ പിതാവിനെ സേവിക്കും. മകൻ നിശബ്ദനായി. രാംഭക്ത് 2 പേരക്കുട്ടികൾക്കും കുറച്ച് ഹൽവ നൽകി. മരുമകളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, നീ എന്ത് കഴിക്കും? വീട്ടിൽ ഹൽവ പ്രസാദം ഇനിയും ധാരാളമുണ്ട്. അച്ഛ, നിങ്ങൾ കഴിക്കുക. നിങ്ങൾ അത് കഴിച്ചില്ലെങ്കിൽ എന്റെ ആത്മാവ് കരയും. ഭക്തനായ രാമഭക്തൻ ഗുരുവിനെക്കുറിച്ച് ചിന്തിച്ച് ഭക്ഷണം കഴിച്ചു. എല്ലാ ദിവസവും മരുമകൾ തന്നെ അദ്ദേഹത്തിന് മൃദുവായ ചൂടുള്ള ചപ്പാത്തികൾ ഉണ്ടാക്കി നൽകി. അവൾ ദിവസവും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കഴുകിക്കൊടുത്തു. അച്ഛ, ഭക്തി ചെയ്യൂ എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 65. ഒരു ദിവസം രാംഭക്തന്റെ അമ്മായിയുടെ മകൻ രാംനിവാസ് വന്നു. രാംഭക്തൻ അവനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദര,
അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ വീട് ഒരു സ്വർഗമായി മാറിയിരിക്കുന്നു. ഭക്തനായ രാംനിവാസ് പറഞ്ഞു. എന്റെ മാമന്റെ മകനെ രാംനിവാസ് ഒന്നും ചെയ്തിട്ടില്ല. ഗുരുദേവ്ജിയുടെ വാക്ക് ശക്തിയുടെ അത്ഭുതമാണിത്. ഞാനും നീയും നേരത്തെ ഒരുമിച്ച് ബട്ടി ദണ്ഡ ഗെയിം കളിച്ചിരുന്നു. എനിക്ക് ചെയ്യണമെങ്കിൽ എന്തും ഞാൻ പണ്ടേ ചെയ്യുമായിരുന്നു. ഗുരുജി പറഞ്ഞു. രാമഭക്തൻ മുൻജന്മങ്ങളിൽ ഒരു ഭക്തനായിരുന്നു. കുടുംബത്തോടുള്ള വാത്സല്യം കാരണം ഭക്തിയുടെ പെരുമാറ്റച്ചട്ടത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തു. അതിന്റെ അനന്തരഫലമായി അവൻ ഈ പ്രയാസങ്ങളെല്ലാം നേരിട്ടു. ഇപ്പോൾ അവൻ വളരെ വിഷമിച്ചു. അപ്പോൾ അവൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ അദ്ദേഹത്തോട് മുൻപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു, എന്റെ കൂടെ സത്സംഗത്തിന് വരൂ. പക്ഷേ അവൻ വാത്സല്യത്താൽ അന്ധനായിരുന്നു. ഈ കഷ്ടപ്പാടും മരുമകളുടെ പെരുമാറ്റവും അയാൾക്ക് അനുഗ്രഹമായി. കബീർജി പ്രസ്താവിച്ചു. कबीर, सुख के माथे पत्थर पड़ो जो नाम हृदय से जाए, बलिहारी व दुहक के जो पल पल राम रटाए. അർത്ഥം: ദൈവമേ, ഞാൻ നിന്നെ മറക്കുന്നു. അത്രയും സന്തോഷം എനിക്ക് നൽകരുതേ. ഓരോ നിമിഷവും ഞാൻ ദൈവത്തെ ഓർക്കുന്ന ഒരു ദുഃഖം എപ്പോഴും എനിക്ക് തന്നുകൊണ്ടിരിക്കുക. ഈശ്വരന്റെ അഭയം ലഭിച്ച ആ ദുഃഖത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഭക്തനായ ഭക്തനായ രാംനിവാസിനോട് പറഞ്ഞു, ഇനി എന്റെ മകൻ പ്രേം സിംഗിനെ സത്സംഗത്തിലേക്ക് കൊണ്ടുപോകും. അവനും മോചിതനാകും. 1 മാസത്തിന് ശേഷം നടക്കേണ്ടിയിരുന്ന അടുത്ത സത്സംഗത്തിൽ ഭക്തനായ രാംനിവാസ് വന്ന് പ്രേം സിംഗിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ന്യായം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് അവനെ സത്സംഗത്തിന് കൊണ്ടുപോയി. അവർ 3 ദിവസം ആശ്രമത്തിൽ താമസിച്ച് സത്സംഗം ശ്രവിച്ചു. മറ്റു മുതിർന്ന ഭക്തരുടെ അനുഭവ കഥകൾ കേട്ടപ്പോൾ സത്സംഗത്തോട് പ്രണയം തോന്നി. ഭക്തനായ രാമഭക്തന്റെ കുടുംബം ആകെ രൂപാന്തരപ്പെട്ടു. ഭക്തിയും സേവനവും ചെയ്തുകൊണ്ട് അവർ അവരുടെ ക്ഷേമം ചെയ്തു.